യഹോവ എന്റെ ജയക്കൊടി, യേശു എന്റെ ജയക്കൊടി. പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് ജപമാലമണികൾ ആയുധമാക്കി പരിശുദ്ധ വചനങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ശ്രീജ JS സിവിൽ സർവീസ് പരീക്ഷയിൽ നേടിയെടുത്തത് റാങ്കിന്റെ പൊൻതിളക്കം. പ്രാർത്ഥനാമുറി കണക്കെ ഒരു പഠനമുറി. പരിശുദ്ധ ബൈബിൾ, തിരുക്കുടുംബം, കരുണയുടെ ഈശോ, അമ്മ മാതാവ്, ജപമാല, ചുവരിൽ ഒട്ടിച്ചിട്ടുള്ള പരിശുദ്ധ വചനങ്ങൾ ഒക്കെയായി ദിവ്യാനുഭൂതിയുടെ അന്തരീക്ഷം തളം കെട്ടി നിൽക്കുന്ന ആ മുറിയിൽ കർത്താവിനൊപ്പം നടത്തിയ പരീക്ഷാ തയ്യാറെടുപ്പുകളിൽ നിന്ന് വിശ്വാസത്തോടെ ശ്രീജ എഴുതി വച്ചിരുന്നു, നിശ്ചയമായും IFS എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്ന്. എഴുതി പ്രഖ്യാപിച്ച തിരുവചനങ്ങൾ പോലെ തന്നെ ശക്തനാക്കുന്നവനിൽ നിന്ന് ശക്തി സ്വീകരിച്ച് വിജയം നൽകുന്ന കർത്താവിൽ വിശ്വസിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 57ാം റാങ്ക് നേടിയ ശ്രീജ JS തന്നിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് ഉയർത്തുന്ന അത്ഭുത പ്രവൃത്തികൾക്കുള്ള സാക്ഷ്യമായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ തെക്കേയറ്റത്ത് നരുവാമൂട് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുന്ന നെയ്യാറ്റിൻകര രൂപതയിലെ അമ്മാനിമല ഇടവകയിലെ ജയകുമാർ ഷീജ ദമ്പതികളുടെ മകൾ ശ്രീജ JSന്റെ വിശേഷങ്ങളിലേക്ക്. മോള് ആദ്യമേ തന്നെ നല്ല പ്രാർത്ഥനയുള്ള മോളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും. അതെല്ലാം മാതാവ് ഇടപെട്ട് ഒരുപാട് അത്ഭുതം അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചവൾ അറിഞ്ഞു. +2 അതുപോലെ എല്ലാ ദിവസവും അവളെ ജപമാല ചൊല്ലും, കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ നടന്ന +2 ഫുൾ മാർക്ക് വാങ്ങിയാണ് അവൾ ജയിച്ചത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങി. അടുത്ത് UGക്കും PGക്കും മദ്രാസ് ക്രിസ്റ്റി കോളേജിലായിരുന്നു. അപ്പോഴും അതുപോലെയാണ്. അവിടെ അടുത്തൊരു പള്ളിയുണ്ട്, മാതാവിൻ്റെ പള്ളി. ആ പള്ളിയിൽ നിത്യവും പോവും, പ്രാർത്ഥിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാനകളിൽ പങ്കെടുക്കും, ജപമാല ചൊല്ലും. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ വചനങ്ങൾ എഴുതി വെച്ചാണ്. +2 അതുപോലെയാണ്. വചനങ്ങൾ എഴുതി വെച്ചിട്ട് അവൾ ആഗ്രഹം അതിലെഴുതി വെച്ചിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൾ വചനങ്ങൾ എഴുതുകയും ചെയ്യും, അതിൻ്റെ നടുവിൽ അവൾ ആഗ്രഹവും കാണാം. അത് ദൈവം നടത്തി കൊടുക്കുകയും ചെയ്യും. ദൈവം ആണ് ഒന്നാമത്. ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യവും നടക്കുകയുള്ളൂ. നമ്മളെ അധ്വാനം മാത്രം പോരാ, ദൈവത്തിൻ്റെ ശക്തിയാണ് ഏറ്റവും പ്രധാനം. മാതാവ് കൂടുതൽ അവളെ അനുഗ്രഹിച്ചു. അതിൽ വളരെയധികം സന്തോഷം. എന്നാലും മാതാവ് ശരിക്കും അവളെ അനുഗ്രഹിച്ചു. ഇന്നലെ 2:30 റിസൾട്ട് വന്നു. അപ്പോൾ മുകളിലൊരു ശബ്ദം കേട്ടു. ഉള്ള ഈ റാങ്കിൻ്റെ കാര്യം 57 എന്തേ പറയാൻ പോലെ കേട്ടു. അയ്യോ, ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ നമ്മൾ ഈ കുമാരി ഉള്ള മോളിൽ എന്തൊരു സൗണ്ട് കേൾക്കണം. നമ്മൾ രണ്ടുപേരും ഓടി ഇനി വന്നു. അത് പൊതുവേ റിസൾട്ട് ഇവിടെ ഇങ്ങനെയാണ്, ഒരു റിസൾട്ടാവും. അപ്പം നമ്മൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തി വെളിയിറങ്ങി. നമ്മൾ വീട്ടിനകത്ത് ഇവിടെ ഈ അകത്ത് കയറ് എന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചിരുത്തി സമാധാനപ്പെട്ടു. പിന്നെ ഒരു 5 മിനിറ്റ് ആയപ്പം കൂളിംഗ് ആയി. അപ്പം നമുക്ക് ഇതറിഞ്ഞപ്പം വളരെ സന്തോഷമുണ്ടായി. അത് ദൈവം കൊടുത്ത റിസൾട്ടാണ്. മാതാവ് കൊടുത്ത റിസൾട്ടാണ്. അങ്ങ് പോയത് മാതാവ് ഇല്ല, മാതാവ് കൊടുത്ത റിസൾട്ടാണ്. യേശുവൊപ്പം കൊടുത്തത്. അതിൽ നന്ദി പറഞ്ഞാൽ തീരാത്ത നന്ദിയോട് നന്ദിയാണ്. എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് കഠിനമായ അധ്വാനം ചെയ്താണ് അവൾ. പ്രാർത്ഥനയും ശൈലിയും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം പ്രാർത്ഥന കാര്യങ്ങളാണ്. പഠിക്കുമ്പോഴും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എല്ലാം എഴുതി വെച്ച് പഠിച്ച്, പ്രാർത്ഥന എഴുതി വെച്ച്, എന്ത് പ്രതിസന്ധി വന്നാലും അവിടെ എഴുതി വയ്ക്കും. ആ പ്രാർത്ഥന, ആ വചനം അവിടെ എഴുതി വെച്ചിട്ട് മോൾ ഇതുപോലെ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. അത് അടിസ്ഥാനം സൗകര്യം എൻ്റെ ഭാര്യ കൊടുത്ത് അത് ചെയ്തതാണ്. ആ സങ്കടത്തിൽ വരുമ്പോൾ അത് എഴുതി വെച്ച് ചെയ്യണ കൊച്ചാണ്. സന്ധ്യാസമയത്ത് കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചൊല്ലും. അതുപോയിട്ട് ഞാൻ അടുക്കളയിൽ പണി ചെയ്യുമ്പോഴൊക്കെ ജപമാല പറയും. 4 രഹസ്യവും ഞാൻ പറഞ്ഞു തീർക്കും. രാവിലെ ഒരു ജപമാല പറയും,
മാതാവിൻ്റെ രക്തക്കണ്ണീരും ജപമാല തൊട്ടാണ് തുടങ്ങുന്നത് രാവിലെ. 4 രഹസ്യവും ഞാൻ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് എല്ലാം പറഞ്ഞു തീരും. പിന്നീട് വെറുതെ ഇരിക്കുമ്പോഴിങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നും, ഇപ്പോൾ ജപമാല പറഞ്ഞാലെന്ത്, വീണ്ടും ഞാൻ പറയും. ചിലപ്പം മാല എൻ്റെ കയ്യിൽ കാണില്ല, എന്നാലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പറയും. അങ്ങനെയാണ്. പിന്നെ വീണ്ടും രാത്രി കിടക്കുമ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഞാൻ ഒരു ജപമാല പറഞ്ഞതിന് ശേഷമാണ് കിടന്ന് ഉറങ്ങുന്നത്. എക്സാമിന് കൂടെ പോകും. രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് എക്സാം. അപ്പോൾ രാവിലെ ഞാൻ കൂടെ പോയിട്ട് അവളെ കോളേജിലാക്കിയതിന് ശേഷം പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ആ സമയം മുതൽ അവൾ പുറത്തിറങ്ങുന്നത് വരെയും ഞാൻ ജപമാല പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. ഇപ്പം ഇത്രയും ദിവസം 10 ദിവസത്തെ എക്സാം ഉണ്ടായിരുന്നു, 9 പേപ്പർ. അത്രയും ദിവസവും ഞാൻ അവളെ കൊണ്ടാക്കും. അതിനുശേഷം ഇരുന്ന് ജപമാല ചൊല്ലും. അവൾ ഇറങ്ങി വരുന്നത് വരെയും ജപമാല പറയും. അത് കഴിഞ്ഞിട്ട് പാളയും പള്ളിയിലും പോയിട്ടാണ് തിരിച്ച് നമ്മൾ വീട്ടിൽ വരുന്നത്.